നിങ്ങൾക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് അതായത് അൺനോൺ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് അവരറിയാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരുമാവട്ടെ അവരൊക്കെ ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ എന്തെങ്കിലും കോളുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരറിയാതെ റെക്കോർഡ് ചെയ്യുവാനും മാത്രമല്ല ഇതിനെതിരെ അവർക്കെതിരെയുള്ള ഒരു പ്രൂഫായിട്ട് വെക്കാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇതിനൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല. നമ്മുടെ മൊബൈൽ തന്നെയുള്ള കോൾ ആപ്ലിക്കേഷനിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള നല്ല നല്ല മൊബൈൽ ടിപ്സുകൾ ലഭിക്കുവാൻ വേണ്ടി, കാരണം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ മൊബൈൽ ഫോണും കാര്യങ്ങളും കോൾ റെക്കോർഡിങ്ങും ഒക്കെ നമ്മളെ പ്രൈവസിയാണ്. സോ അത് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് നല്ല നല്ല ടെക് വീഡിയോസ്, ടിപ്പ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മൾ കൂടെ കൂടിക്കോളൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇടത് ഭാഗത്ത് ഒരു 3 ലൈൻ ലഭിക്കുന്നുണ്ട്. സോ എല്ലാവരുടെ മൊബൈലിലും ഇതേ ഫീച്ചേഴ്സ് ആയിരിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഓരോ മൊബൈലിലും ഓരോ രീതിയിലായിരിക്കും. എന്നാലും നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മുകളിൽ ചിലപ്പോൾ 3 ഡോട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സെറ്റിങ്സ് എന്ന ബട്ടൺ കാണുന്നുണ്ടല്ലോ. നിങ്ങളത് സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ കോൾ റെക്കോർഡിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് അൺനോൺ നമ്പേഴ്സ് എന്നൊരു ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദസ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും. നമുക്ക് ആദ്യം അൺനോൺ നമ്പേഴ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു കോൾ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതായത് ആരാണോ നമ്മളെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ വിളിക്കുന്നത് ആ ഒരു വ്യക്തിയും കൂടി അറിഞ്ഞിട്ട് വേണം ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യാൻ. ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഗൂഗിളിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓൾവേസ് ഒന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ നമ്പറുകൾ നമുക്ക് അത് റെക്കോർഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൺ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ആൾവേസ് റെക്കോർഡ് എന്ന ബട്ടൺ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റെക്കോർഡ് ഓൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ബന്ധുക്കളൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കോൾ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഈ ചൂസ് എ കോൺടാക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ നമ്പർ നിങ്ങൾക്ക് ഇവരുടെ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിൽ നിന്ന് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു നമ്പർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്, കാരണം എൻ്റെ കോൺടാക്റ്റ് ഹിസ്റ്ററി നമ്മുടെ പ്രൈവസിയാണ്, അതുകൊണ്ടാണ് അത് സ്ക്രീൻ റെക്കോർഡ് ബ്ലാക്ക് ആകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര കോൺടാക്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വലതുഭാഗത്ത് കാണുന്ന ഇൻഡു ഐക്കൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാതെ ഈ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ 2 ഓപ്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താഴത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്ലെയിമർ. അതായത് നിങ്ങൾ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ടുള്ളൊരു വോയിസ് വരും. ആ ഒരു വോയിസ് ചിലപ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് കോൾ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിസ്ക്ലെയിമർ ഒഴിവാക്കിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചെറിയൊരു സൗണ്ടേ ഉണ്ടാവുകയുള്ളൂ, ചെറിയൊരു ടൂൺ ഉണ്ടാവും.
കോൾ റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലും കാണാൻ പറ്റും ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയില്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശേഷം നിങ്ങൾക്കിവിടെ എഗ്രി എന്നൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനും കൂടി എനേബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്ക്ലെയിമർ വോയിസ് അവർക്ക് കേൾക്കാനും സാധിക്കില്ല. ഓക്കെ, അവർക്ക് അറിയാനും പറ്റില്ല ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് അറിയാനും പറ്റുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എൻ്റെ മറ്റൊരു മൊബൈലിൽ നിന്ന് ഇതിലേക്ക് ഞാൻ കോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡ് ആകുന്നത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. സോ ഞാൻ ആ കോൾ എടുത്തതിന് ശേഷം ഞാൻ അത് ആൻസർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഞാൻ എൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കോൾ റെക്കോർഡിങ് സേവിങ് ആയിട്ടുണ്ട്. സോ ഞാൻ അഗെയിൻ എൻ്റെ കോളിംഗ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഒരു മൈക്കിൻ്റെ ഐക്കണ്. ഈ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കോൾ റെക്കോർഡ് ആയിട്ടുള്ള കോളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ള കോളുകളിൽ നിന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. അത് കോൾ റെക്കോർഡിംഗ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെക്കോർഡ് കിട്ടാൻ വേണ്ടി അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആ റെക്കോർഡ് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വഴിയോ ടെലഗ്രാം വഴിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കട്ടെ. അപ്പോൾ മാക്സിമം ഇതെല്ലാവരും യൂസ്ഫുൾ ആക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.